ണ്ട് കാര്യം ഇത് രണ്ടാമത്തെ കൊല്ലമാണെങ്കിലും കൗമുദിയുടെ ഒരു ഓണവിരുന്ന് തന്നെയായിരുന്നു. അത് ഒരു നന്ദി പറയേണ്ട വാക്കാണ്. മറ്റുള്ളവർ കാട്ടാത്ത ഒരു സ്നേഹം ഓണത്തോട് കൗമുദി ചാനൽ കാട്ടി. അതിന് ചാനലിനും എല്ലാവർക്കും പ്രേക്ഷകർക്കും നല്ലൊരു ഓണാശംസകൾ. ഒരുപാട് സന്തോഷം. ഇവിടെ നമ്മുടെ ഇന്നത്തെ ഗെയിമിൽ വന്നവരൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടാണ് ഇതിനകത്ത് പങ്കെടുത്തത്. അപ്പം എന്തായാലും ഏറ്റവും നന്നായിട്ട് ലാസ്റ്റ് ഗെയിമിൽ പങ്കെടുത്ത ഫൈസലാണ് ഈ പ്രാവശ്യം സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഒഡീസയുടെ വൻ ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. അത് മാവേലിയുടെ കൈ കൊണ്ട് തന്നെ കൊടുക്കാന്ന് പറഞ്ഞാൽ അതിലും കൂടുതൽ ഇനി ഒന്നും കിട്ടാനില്ല. അപ്പം നമുക്ക് എന്തായാലും ഫൈസലിനെ നമുക്ക് അവരെ ഗ്രൂപ്പിനെ നമുക്ക് വേദിയിലോട്ട് വിളിക്കാം. ഫൈസലും ഗ്രൂപ്പും കൂടി എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഗെയിമിൽ പങ്കെടുക്കാൻ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മാവേലിനെ കണ്ടപ്പോഴത്തേനും നമുക്ക് ഒരു കംപ്ലീറ്റ് പ്രജകളുടെ ഒരു വലിയ ഒരു ഗണമാണ് എത്തിയിരിക്കുന്നത്. എന്ത് കാര്യം എന്ന് വെച്ചാല് ഓണം എന്ന് പറയുന്നത് ഒരു ദേശീയ ഉത്സവമാണ്. അത് കേരളത്തിന്റെ ഒരു കൂട്ടായ്മയാണ്. മതങ്ങൾക്ക് അപ്പുറം ഒരു സ്നേഹത്തിന്റെ, ഒരു കൂട്ടുറപ്പിന്റെ, ഒരു നന്മയുടെ അതാണ് ഇത്രയും. ഇവരെല്ലാം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്. ഇവർ കഴിവുറ്റവരാണ്. നാളെ നമ്മുടെ നാട്ടിന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. സർവേശ്വരൻ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കട്ടെ. എന്തായാലും ഞാൻ ഇവരോട് ചോദിക്കാം, ഓണത്തെക്കുറിച്ച് ഫൈസലിന്റെ ഒരു കാഴ്ചപ്പാടുണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു അവസരത്തിൽ എന്റെ വാക്കുകൾക്കാൾ പ്രശസ്തി ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിന്റെ ഒരു വാക്കുകൾക്കാണ്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഒരു ലീഡർ എന്ന രീതിയിൽ സംസാരിക്കും. അതൊരു കാലുമാറ്റമായിരുന്നു. ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് മെയിനായിട്ട് ഓർമ്മ വരുന്ന ഓണസദ്യയായിരിക്കും. പിന്നല്ല ചില ഓണങ്ങളിലൊക്കെ കുടുംബത്തിൽ പോകാറുണ്ട്, അമ്മയുടെ വീട്ടിലൊക്കെ പോകാറുണ്ട്. അല്ലാതെ ഓണം എന്ന് പറഞ്ഞാൽ TV പ്രോഗ്രാം ഓണം, അല്ലെങ്കിൽ പിന്നെ അവിടെ എന്താ ഓണക്കോടി. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നാടിനും വീടിനും ദേശത്തിനും ഗുണമാകുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കണം. ഒപ്പം മാവേലി കണ്ടൊരു സ്വപ്നമുണ്ട്, മതങ്ങൾക്കും അപ്പുറം മനുഷ്യരെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു സന്ദേശം. എന്തായാലും ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും വളരെ ഹാപ്പിയായി മാവേലിനെ കണ്ടതിലും സംസാരിച്ചതിലും ഒക്കെ. നമുക്ക് എന്തായാലും അവർക്കൊരു നല്ലൊരു സമ്മാനവും കൂടിയുണ്ട്. നമുക്ക് അതും കൂടെ കൊടുക്കാം. ഒഡീസയുടെ ഒരു സമ്മാനം ഫൈസലും ആണ്. അത് കൂടാതെ നമുക്ക് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഉണ്ട്. ഇത് വൗച്ചറാണ് ഒഡീസയുടെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഓണപ്പാട്ട് പാടാൻ പറ്റും. എല്ലാവരും കൂടെ ആരാണ് ഓണപ്പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോ നമുക്ക് ഇനിയും വീണ്ടും കാണാം. നല്ലൊരു ഓണാശംസകൾ. വണ്ടർലാസ്റ്റ് ആർട്ട് പവേർഡ് ബൈ ഒഡീസിയ ക്ലാസ്മേറ്റ്സിന്റെ ഈ എപ്പിസോഡിൽ ഇതിനും കൂടുതലൊന്നും സംഭവിക്കാനില്ല. ഒന്നാം ഓണത്തിന് മാവേലി വന്നു, സമ്മാനം കൊടുത്തു. എന്താണെങ്കിലും തിരുവോണത്തിന് നമുക്ക് മാവേലിയെ വീണ്ടും പ്രതീക്ഷിക്കാം. ഇതുപോലെ ഒരുപാട് ഗിഫ്റ്റുകളുമായി മാവേലി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ ഇവിടെ നിർത്തുന്നു. സോ ബൈ.